ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മുടെ ഫോണിൽ പല ആപ്സുകൾ ഉണ്ടാവും അല്ലെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനത്തെ പല ആപ്സുകൾ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ വളരെ ടെൻഷനാണ് അല്ലേ. ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ പാസ്വേഡുകളെല്ലാം നമ്മുടെ ഫോണിൽ തന്നെ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞുതരാം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പാസ്വേഡുകളെല്ലാം തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളോട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അങ്ങനത്തെ പലതരം ആപ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പാസ്വേഡ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. രണ്ട് രീതിയുണ്ട്. ആദ്യത്തെ രീതി ഞാൻ കാണിച്ചു തരാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ സെർച്ച് ഓപ്ഷനിൽ പാസ്വേഡ് മാനേജർ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് മാനേജർ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പാസ്വേഡ് മാനേജർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ആദ്യത്തെ രീതി. പാസ്വേഡ് മാനേജർ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ രീതി, പാസ്വേഡ് മാനേജർ എടുക്കാനുള്ള രണ്ടാമത്തെ രീതി, രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളൊന്ന് അഗൈൻ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോവുക. സെറ്റിംഗ്സ് തന്നെ പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുന്നതിന് പകരം ഇവിടെ ഗൂഗിൾ കാണിക്കുന്നുണ്ട്. ഗൂഗിളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ ഇവിടെയും പാസ്വേഡ് മാനേജർ കാണിക്കുന്നുണ്ട്. പാസ്വേഡ് മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജർ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ രീതി. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ യൂസ് ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓൺ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പാസ്വേഡ് തിരിച്ച് കിട്ടുകയുള്ളൂ. ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റയൊക്കെ ആണെങ്കിലും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സേവ് ഫോർ ദിസ് സൈറ്റ് എന്ന് ചോദിക്കുന്നത് സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് പാസ്വേഡ് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെ താഴെ തന്നെ ഡോട്ടായിട്ട് പാസ്വേഡ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ തൊട്ട താഴെ ഡിലീറ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ പാസ്വേഡ് കാണുന്നത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എപ്പോഴും ഓൺ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കും സേവ് പാസ്വേഡ് ഫോർ ദിസ് സൈറ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇതേപോലെ പാസ്വേഡ് തിരിച്ചു കിട്ടുകയുള്ളൂ.